എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഭവം എന്ന് പറയുന്നത് ഇഞ്ചിമ്പുളിയാണ്. പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഒരു ഇഞ്ചിമ്പുളിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ നമുക്കൊരു കടായി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കൊല്ലമുളക് ഉണ്ടല്ലോ, അത് 5-6 പൊട്ടിച്ചതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 100 ഗ്രാം ഇഞ്ചിയാണ് കേട്ടോ, അത് ഞാൻ ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. നമ്മുടെ ഇഞ്ചിയൊക്കെ ഒന്ന് നന്നായിട്ട് വറുത്ത് വരണം. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 5-6 പച്ചമുളകാണ്, അത് വട്ടത്തിൽ അരിഞ്ഞതാണ് കേട്ടോ, അതുകൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത് നന്നായി ഒന്ന് ഇഞ്ചി ഒന്ന് വറുത്ത രീതിയിൽ വരണം. അതുവരെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ ഇഞ്ചി കുറച്ച് നേരം എടുക്കും വറുത്തൊക്കെ ഒന്ന് വരാനായിട്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഒന്ന് വറുത്ത പോലെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മതി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് പുളിവെള്ളമാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 വലിയ നാരങ്ങ വലിപ്പത്തിൽ പുളി കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് അത് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ഒരു 3 കപ്പോളം ഉണ്ട്, അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കായമാണ് കേട്ടോ ചേർക്കുന്നത്. ഒരു വലിയ പീസ് കായം നല്ലപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട്. ഒരു 3/4 കപ്പോളം ശർക്കര കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 വലിയ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂണാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വറ്റി വരണം, അതാണ് കേട്ടോ ഇഞ്ചിമ്പുള്ളിയുടെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു 3 ഈന്തപ്പഴം വെള്ളത്തിൽ കുതിർത്തിട്ട് അത് അരച്ചതാണ് കേട്ടോ, അതും കൂടി ചേർത്തെടുക്കാം. ഇത് ചേർത്തെടുക്കുമ്പോൾ നമ്മുടെ ഇഞ്ചിമ്പുള്ളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കളറൊക്കെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെയ്തത്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ കുറച്ച് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് വറ്റി വരണം, ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ. ലാസ്റ്റായിട്ട് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സ്വാദാണ് കേട്ടോ ഇഞ്ചിമ്പുളിക്ക് ഈ നെയ്യ് ചേർക്കുമ്പോൾ. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ ഇഞ്ചിമ്പുളി ഇവിടെ സിമ്പിളായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചിമ്പുളി സെറ്റായിട്ടുണ്ട്. നല്ലൊരു ഓണവിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.